പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. സംഭവം എന്താണെങ്കിലും ഞങ്ങൾ കോന്നിയിലെത്തിയിട്ടുണ്ട്. പിന്നെയും എന്താണെന്ന് വെച്ചാൽ ആങ്ങളെ പിന്നെയും പ്രവാസ ജീവിതത്തിലേക്ക് പോവാണ്. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന് കയറിയപ്പോഴേ വയറ്റിൽ കോഴിക്കുഞ്ഞ് കരയുന്നുണ്ടെന്ന് അമ്മക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അമ്മ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചു. ഞങ്ങളപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഈ വാളാട്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചെയ്താണ് വാൾ പെയിൻറ്റിങ്. പിന്നെ ചുമ്മാ കിടക്കുന്ന ഭിത്തിയൊക്കെ കണ്ടാൽ എനിക്കിങ്ങനെ വരയ്ക്കാൻ തോന്നും. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ വരച്ച് വെക്കും. അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ കഴിക്കാനിരുന്നു. അവർ 3 പേരും ആദ്യമേ കയറി കഴിക്കാനിരുന്നു. എനിക്ക് വിശപ്പുള്ളത് കൊണ്ട് ഞാനും ഒട്ടും വിട്ടു കൊടുത്തില്ല. ഞാനും പുറകെ കയറി കഴിക്കാനിരുന്നു. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് അമ്മ നേരെ പിന്നെയും കയറി. വൈകിട്ട് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് അമ്മ വെട്ടുകേക്ക് ഉണ്ടാക്കാൻ പോവാണ്. വലിയ വെട്ടുകേക്കല്ല, കുഞ്ഞു വെട്ടുകേക്ക്. അതിനുവേണ്ടി അമ്മ നേരത്തെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ നടുക്കൂടെ കീറി കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ വെട്ടായിട്ട് ഇങ്ങനെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ വരുന്നുണ്ടോയെന്ന്. അപ്പം എണ്ണ നല്ല തിളയ്ക്കണം കേട്ടോ, അതെന്താണെങ്കിലും മസ്റ്റാണ്. പക്ഷേ ഈ എണ്ണ തിളച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ചെറുകെ അവിടെ കിടന്നിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അതിനിടയ്ക്ക് കൈയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അത് നോക്കിയിരിക്കാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിങ്ങനെ തിളച്ച് വരുന്നുണ്ടോ എന്ന്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്താണെങ്കിലും മൂത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് ചായയുടെ കൂടെ കഴിച്ചു. സൂപ്പർ സാധനമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം പറയുമല്ല, എന്താണെങ്കിലും സംഭവം പൊളിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പുന്നലയിലോട്ടാട്ടോ പോയത്. അപ്പോൾ അണ്ണൻ്റെ അത്തായി അമ്മായെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പോകുന്ന വഴി സഹ്റാപ്പി കിടന്ന് ഉറങ്ങി. എന്താണെങ്കിലും കയറിയപ്പോഴേ ദുവാ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ പുന്നലയിലെത്തി. അവിടെ മാമിയുടെ ഹോട്ടലുണ്ട്, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അപ്പോൾ അമ്മായും അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പോഴേ എന്താണെങ്കിലും നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ബൊറോട്ട അടിക്കുകയായിരുന്നു. വെളിയിൽ നല്ല മഴയും ഇവിടെ ചൂട് ബൊറോട്ടയും. പിന്നെ പറയണ്ടല്ലോ, എന്താ കോമ്പിനേഷൻ. അപ്പോൾ ബൊറോട്ട അടിക്കുന്നതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അതും മഴയും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളും അവിടെ കയറി. മാമി നല്ല തകൃതിയായിട്ട് നല്ല സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പൊറോട്ട അടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പം ഞാനതിങ്ങനെ ഓരോ സ്റ്റെപ്പും ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു എന്തൊക്കെയാണ് പരിപാടികളെന്ന്. അപ്പം വീശി അടിക്കുന്നുണ്ട്. അതിന് ശേഷം അതിങ്ങനെ കീറി ചുരുട്ടിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വേറെ കുറച്ച് പരിപാടികൾക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഈ മാവെല്ലാം ഇങ്ങനെ വീശി അടിച്ച് ചുരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആള്. എന്നിട്ട് നല്ല തിളച്ച് കിടക്കുന്ന കല്ലിലോട്ട് ഇതിങ്ങനെ എടുത്ത് പരത്തിയിട്ട് ആ ചൂട് കല്ലിലോട്ട് ഇതെടുത്തിടുന്നുണ്ട്. പിന്നെ പൊറോട്ടയും ബീഫും കേരളക്കാരുടെ നല്ല എല്ലാവരുടെയും ഒരു വികാര ഭക്ഷണമാണല്ലോ. അപ്പോൾ എന്താണെങ്കിലും സംഭവം സെറ്റായിട്ടുണ്ട്. അതെല്ലാം കൂടെ ചൂട് കല്ലിലോട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടുന്നുണ്ട്. അതിന് ശേഷം അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു ഗോൾഡൻ കളറ് ശക്കലം അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് അതിനെ എടുത്തിട്ട് പിന്നെയും ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ച് അടിച്ച് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആൾ വന്ന് തുടങ്ങി കേട്ടോ അവിടെ. ഞങ്ങളപ്പോഴും അവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നല്ല ബീഫ് വരട്ടിയത്, മാമിയുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി പിടിക്കാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ മാമിയുടേതായ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് കേട്ടോ, മുളക് ചമ്മന്തി. അതിന് വേണ്ടിയിട്ടാണ് ഈ മുളകെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ വറക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നല്ല ഓംലെറ്റും ഡബിൾ ഓംലെറ്റും സിംഗിൾ ഓംലെറ്റും എല്ലാം അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരാൾക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട് ബുൾസൈയും അടിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂട് ബുൾസൈയും ഓംലെറ്റും ദോശയും പൊറോട്ടയും ബീഫ് വരട്ടിയതും എല്ലാം കൂടെ പറയണ്ടല്ലോ, കുശാലായിരുന്നു സംഭവം. എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ മാമിയുടെ അടുത്ത് പോയി നിന്ന് റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബീഫ് വരട്ടിയതിൻ്റെയും ഒക്കെ സീക്രട്ട് ഐറ്റം എന്താണെന്നൊക്കെ ഞാനിങ്ങനെ പോയി രഹസ്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ദുബായും അതിനിടയ്ക്ക് അത് കേൾക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ചോദിച്ച് ഞങ്ങൾ കയറിയിരുന്ന് കഴിച്ചു. പൊറോട്ടയും നല്ല ബീഫ് വരട്ടിയതുമാണ് അണ്ണൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മാമിയുടെ സ്പെഷ്യൽ സമ്മന്തി, മുളക് സമ്മന്തി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഞാൻ ദോശ കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചു. എല്ലാം കഴിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.